തളിപ്പറമ്പിലെ ഇല്ലങ്ങളുടെ അകത്തളങ്ങളിൽ ആരാധിച്ചു വരുന്ന മൂർത്തികളെ തെയ്യം കെട്ടിയാടിക്കുന്ന ചടങ്ങാണ് മലയറാട്ട്. 29 വർഷത്തിനു ശേഷം ഇടവലത്ത് പുടയൂർ മനയിൽ കളിയാട്ട മഹോത്സവം നടക്കുകയാണ്. വടക്കൻ കേരളത്തിൽ വീണ്ടും ഒരു തുലാപ്പത്ത് പിറന്നതോടുകൂടി മലയറാട്ടിനുള്ള അടയാളം കൊടുക്കൽ ചടങ്ങ് നടന്നു. കേരളത്തിലെ അതിപുരാതനമായ 32 നമ്പൂതിരി സങ്കേതങ്ങളിൽ ഏറ്റവും പ്രാചീന ഗ്രാമമാണ് കണ്ണൂരിലെ പെരുഞ്ചല്ലൂർ. മന്ത്രമൂർത്തി ഉപാസനയുള്ള 10 ഇല്ലങ്ങളാണ് പെരുഞ്ചല്ലൂരിലുള്ളത്. ഈ ഇല്ലങ്ങളെ മന്ത്രശാലകളെന്ന് കൂടി മാന്ത്രിക പാരമ്പര്യങ്ങളിൽ പരാമർശിച്ചു വരുന്നു. ഈ മന്ത്രശാലകളുടെ അകത്തളങ്ങളിൽ മന്ത്രസ്വരൂപത്തിൽ ആരാധിച്ചു വരുന്ന മന്ത്രമൂർത്തികളെ കോലസ്വരൂപത്തിൽ തെയ്യം കെട്ടിയാടിക്കുന്ന പ്രാധാന്യമേറിയ ഒരു മാന്ത്രിക ഉപാസനയാണ് മലയറാട്ടെന്ന കളിയാട്ട മഹോത്സവം. 29 വർഷങ്ങൾക്ക് ശേഷം ഇടവലത്ത് പുടയൂർ മനയിൽ മന്ത്രമൂർത്തിയുടെ തെയ്യക്കോലങ്ങൾ ഉറഞ്ഞാടാൻ തയ്യാറെടുക്കുകയാണ്. 2026 ജനുവരി 16, 17, 18 തീയതികളിലായാണ് അപൂർവങ്ങളായ മന്ത്രമൂർത്തികളുടെ തെയ്യക്കോലങ്ങൾ കെട്ടിയാടുന്നത്. കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി ഇടവലത്ത് പുടയൂർ മനയിൽ അടയാളം കൊടുക്കൽ ചടങ്ങ് നടന്നു. തളിപ്പറമ്പത്തപ്പൻ്റെ അടുത്ത് വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ഗ്രാമമാണ് തലോറ. തലോറ പ്രദേശത്ത് ഇടവലത്ത് ഇല്ലം എന്ന് പറയുന്നത് പ്രസിദ്ധമായൊരു ഇല്ലമാണ്. ആ ഇല്ലത്ത് മന്ത്രമൂർത്തികളും അതുപോലെ തന്നെ കൂവച്ചാൽ ഭഗവതി, ഈ വേട്ടക്കര മകൻ ഊർപ്പേശി, മലകിടാരൻ, വലിയ തമ്പുരാട്ടി എന്നീ തെയ്യക്കോലങ്ങൾ ഇവരെ മന്ത്രശാലയിൽ നിത്യം പൂജ വെക്കുന്ന ഒരു സന്നിധിയാണ് ഇടവലത്ത് മന്ത്രശാല. അങ്ങനെയാണ് നമ്മൾ പറയൽ. ഇടവലത്തില്ലത്തിന് നമ്മൾ പറയുന്ന പേര് മന്ത്രശാല. ഇവിടെ 29 വർഷം ആയി മലയറാട്ട് പെരിങ്കളിയാട്ടം നടന്നിട്ട്. അന്ന് 29ാമത്തെ ഇത്രയും വർഷത്തിൻ്റെ അന്ന് ആ കളിയാട്ടം നടക്കുമ്പോൾ എനിക്ക് 24 വയസ്സാണ്. അന്ന് കൂവച്ചാൽ ഭഗവതിയുടെ തിരുമുടി വെക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടി. മോശമില്ലാതെ കണ്ട് ഏറ്റെടുത്ത ഭഗവതിയുടെ തിരുമുടി എല്ലാവർക്കും തൃപ്തിയോടുകൂടാ സമൃദ്ധിയോടുകൂടാ എനിക്ക് നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും ഒരു പെരിങ്കളിയാട്ടം, മലയറാട്ട് പെരിങ്കളിയാട്ടം വരുമ്പോൾ ആ ഭഗവതിയുടെ തിരുമുടി വെക്കാൻ എന്നിൽ ഏൽപ്പിച്ചു. ഈ തമ്പുരാനും അതുപോലെ തന്നെ തളിപ്പറമ്പത്ത് രാജരാജേശ്വരൻ്റെ അനുഗ്രഹത്താൽ അടയാളം വാങ്ങി. അത് പറയുമ്പോൾ എൻ്റെ ഗുരുനാഥൻ അച്ഛനെ സ്മരിച്ചുകൊണ്ട് ഞാൻ അടയാളം വാങ്ങി ഭഗവതീനെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം ഭംഗിയായിട്ട് നടത്താൻ വേണ്ടി അതിനുവേണ്ടി ഞാൻ പണിപ്പുരയിലാണ്. എല്ലാം ദൈവാനുഗ്രഹമാണ്. മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം 1997 എൻ്റെ ഓർമ്മയിൽ ഇവിടെ ആദ്യത്തെ മലയറാട്ട് ഉണ്ടാകുന്നത്. ഞാനന്നൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലമായിരുന്നു. അതിന് ശേഷം നടത്തുന്ന ഒരു മലയറാട്ട് എന്നുള്ളതാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് ഒരു 29 വർഷം. അതിനു മുമ്പുണ്ടായത് 1965 അച്ഛൻ്റെ കുട്ടിക്കാലത്താണ് അന്ന് 1965 മലയറാട്ട് നടക്കുന്നത്. അത് കഴിഞ്ഞ് ഏതാണ്ട് അതേ പ്രായമായപ്പോഴാണ് എൻ്റെ ഒരു അച്ഛൻ അന്ന് ഉണ്ടായിരുന്ന അതേ പ്രായക്കാലത്ത് തന്നെയാണ് എൻ്റെ ഓർമ്മയിൽ ആദ്യത്തെ മലയറാട്ട് നടക്കുന്നത്. അത് കഴിഞ്ഞത് ഇപ്പോൾ എൻ്റെ മകൻ ഏതാണ്ട് അതേ പ്രായത്തിലെത്തുന്ന സമയത്താണ് മൂന്നാമത്തെ
മലയറാട്ട് നടക്കുന്നത്. അതായത് ഈ ഒരു ജനറേഷൻ, ഒരു പുതിയ തലമുറ ഉണ്ടാകുമ്പോൾ ആണ് പഴയ കാലത്ത് ഇത് നടത്തപ്പെട്ടിരുന്നത്. ഇതൊരു സാഹചര്യം ഇപ്രാവശ്യം ഒത്തുവന്നു. അതുകൊണ്ടാണ് 29 വർഷത്തിൻ്റെ ഒരു ഇടവേളയിൽ ഈ വരുന്ന 2026 ജനുവരി 16, 17, 18 തീയതികളിലായിട്ട് മലയറാട്ട് നടത്താൻ നിശ്ചയിച്ചിട്ടുള്ളത്. മലയറാട്ട് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള മന്ത്രമൂർത്തി ഉപാസനയായിട്ട് ബന്ധപ്പെടുന്ന ഒരു വലിയൊരു അനുഷ്ഠാനമാണ്. നമ്മൾ സാധാരണ കളിയാട്ടം എന്നുള്ളതിൽ നിന്ന് വ്യത്യാസമായിട്ട് മലയറാട്ടിൻ്റെ ഒരു പ്രാധാന്യം അതാണ്. മന്ത്രമൂർത്തികളെയാണ് ഇവിടെ കെട്ടിയാടിക്കുന്നത്. പ്രധാനമായിട്ടുള്ള വിശേഷപ്പെട്ട മന്ത്രമൂർത്തി വിഭാഗത്തിൽപ്പെടുന്ന തെയ്യക്കോലങ്ങളെയാണ് കെട്ടിയാടിക്കുന്നത്. ഈ മന്ത്രമൂർത്തികൾ സാധാരണ നിലയ്ക്ക് സാമാന്യമായിട്ട് ഇവിടെ ഇല്ലത്ത് അകത്ത് നിത്യാരാധനയിൽ മന്ത്രസ്വരൂപത്തിൽ ആരാധിക്കപ്പെടുന്ന ആരാധനാമൂർത്തികളാണ്. ആ ആരാധനാമൂർത്തികളെ ഒരു കോലസ്വരൂപത്തിലേക്ക്, തെയ്യത്തിൻ്റെ രൂപത്തിലേക്ക് കെട്ടിയാടിച്ച് അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുക എന്നുള്ളതാണ് ഈ മലയറാട്ടിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങുകൾ. 16-ന് വളരെ അപൂർവമായിട്ടുള്ള ഉച്ചബലി എന്ന് പറയുന്ന ചടങ്ങോടുകൂടിയാണ് മലയറാട്ടിൻ്റെ ഒരു ഔദ്യോഗികമായിട്ടുള്ള തുടക്കം. അതിനു മുമ്പ് ശരിക്കും പറഞ്ഞാൽ 14-ഉം 15-ഉം ഇവിടുത്തെ ഈ പ്രധാനപ്പെട്ട ഭഗവതിയുടെ തുലാപ്പത്തിൻ്റെ ദിവസം നടക്കുന്ന അതേ രീതിയിലുള്ള ഒരു അടിയന്തരം ആ 2 ദിവസം മുന്നേ തുടങ്ങേണ്ടതുണ്ട്. ഔപചാരികമായിട്ടുള്ള ആരംഭം തുടങ്ങുന്നത് ഈ ഉച്ചബലിയോട് കൂടി അന്നത്തെ ദിവസമാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് 16-ന് ഉച്ചബലിയോട് കൂടി തുടങ്ങി 17-ന് മലയ സമുദായത്തിൻ്റെ തെയ്യങ്ങൾ 17-ന് ഉച്ചയോടുകൂടി അവസാനിക്കുകയും 17-ന് വൈകുന്നേരം വണ്ണാൻ സമുദായത്തിൻ്റെ തെയ്യങ്ങൾ ആരംഭിക്കുകയും 18-ന് ഉച്ചയോടുകൂടി വണ്ണാൻ സമുദായത്തിൻ്റെ തെയ്യങ്ങളും അവസാനിക്കുന്ന വിധത്തിൽ ആണ് ഈ തെയ്യത്തിൻ്റെ മലയറാട്ടിൻ്റെ മൊത്തത്തിലുള്ള ചടങ്ങുകൾ നടക്കുന്നത്. പെരിഞ്ചല്ലൂർ ഗ്രാമത്തിൽ 10 ഇല്ലങ്ങളിലാണ് ഈ മലയറാട്ട് എന്ന് പറയുന്ന ഒരു അനുഷ്ഠാനം അല്ലെങ്കിൽ ഈ വിധത്തിലുള്ള ഒരു കളിയാട്ട ക്രമം നടത്തപ്പെടുന്നത്. അത് പ്രധാനമായിട്ട് തളിപ്പറമ്പ് രാജരാജക്ഷേത്രം തന്ത്രിമാരായിട്ടുള്ള 4 പൊടയൂർ പരമ്പരകൾ, പൂന്തോട്ടത്തിൽ പൊടയൂർ, ഇരുവേശി പൊടയൂർ, നടുവത്ത് പൊടയൂർ, പിന്നെ ഇവിടുത്തെ ഇടവലത്ത് പൊടയൂർ, അങ്ങനെ 4 പൊടയൂർ പരമ്പരകൾക്കും കുറുമാത്തൂര് നമ്പൂരി, കുറുമാത്തൂർ ഇല്ലത്ത്, അതുപോലെ നരിക്കോട്ട് ഈറ്റിശ്ശേരി, നരിക്കോട്ട് കുന്നമംഗലത്ത് ഈറ്റിശ്ശേരി എന്നാണ് അതിൻ്റെ പേര്, നരിക്കോട്ട് ഈറ്റിശ്ശേരിയുടെ ഇല്ലത്ത്, കാരിശ്ശേരി പറപ്പൂരില്ലത്ത്, ശേഖര പുളിയപ്പടമ്പില്ലത്ത്, അതുപോലെ തന്നെ ചെവിട്ടങ്കര പുളിയപ്പടമ്പില്ലത്ത് എന്നീ ഇല്ലങ്ങളിലും കൂടിയാണ് ഇത്തരത്തിലുള്ള മലയറാട്ട് എന്ന് പറയുന്ന ഒരു അനുഷ്ഠാനം നടത്തപ്പെടുന്നത്. അതുപോലെ ചെറിയൂര് മുല്ലപ്പള്ളി ഇല്ലം കൂടി, അങ്ങനെ 10 ഇല്ലങ്ങളിലാണ് മലയറാട്ട് നടക്കുന്നത്. ഈ 10 ഇല്ലങ്ങളിൽ മാത്രമാണ് ഈ വിധത്തിൽ മന്ത്രമൂർത്തികളെ ഇതേ വിധാനത്തിൽ ആരാധിക്കപ്പെടുകയും അതിനെ ഇതേ രൂപത്തിൽ കെട്ടിയാടിക്കുകയും ചെയ്യുന്നത് ഈ 10 ഇല്ലങ്ങളിലാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ 10 ഇല്ലങ്ങളിൽ മാത്രമുള്ള ചടങ്ങുകളാണ്. ഇതിൽ പല തെയ്യങ്ങളും നമ്മൾ സാധാരണ സമുദായ കാവുകളും അതുപോലെയുള്ള മറ്റ് കാവുകളിലൊക്കെ നിരവധി തെയ്യങ്ങൾ കെട്ടിയാടിക്കുന്നുണ്ടെങ്കിലും ഇതിലെ ചില തെയ്യങ്ങളെ നമുക്ക് പല സമുദായ കാവുകളിലും കാണാമെങ്കിലും ഈ ഒരു ക്രമത്തിൽ എല്ലാം ഒരേപോലെ ഒരു വേദി കിട്ടണം എന്നുണ്ടെങ്കിൽ അത് ഇത്തരത്തിലുള്ള മന്ത്രമൂർത്തി ഉപാസന നടക്കുന്ന തറവാടുകളിൽ ഇല്ലങ്ങളിൽ മാത്രമാണ് അത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പെരിഞ്ചല്ലൂരിലെ തന്ത്രിമാരായ പൂന്തോട്ടത്തിൽ പുടയൂർ, ഇരുവേശി പുടയൂർ, നടുവത്ത് പുടയൂർ, ഇടവലത്ത് പുടയൂർ എന്നീ 4 തന്ത്രി കുടുംബങ്ങളും മന്ത്രമൂർത്തി ഉപാസനയിലൂടെ മാന്ത്രിക പാരമ്പര്യത്തെ പിന്തുടരുന്നവരാണ്. ഇതിനു പുറമെ കുറുമാത്തൂർ, നരിക്കോട്ട് കുന്നമംഗലത്ത്, ഈറ്റിശ്ശേരി, ചെറിയൂർ മുല്ലപ്പള്ളി, ശേഖര പുളിയമ്പടമ്പ്, വടക്കേക്കാരിശ്ശേരി, ചെവിട്ടിങ്കര പുളിയമ്പടമ്പ് എന്നീ ഇല്ലങ്ങളിലാണ് മന്ത്രമൂർത്തികളെ കെട്ടിയാടുക്കുന്ന മലയറാട്ട് പാരമ്പര്യം നിലനിൽക്കുന്നത്. കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി ഇടവലത്ത് പുടയൂർ മനയിൽ നടന്ന ജനകീയ കമ്മിറ്റി മീറ്റിംഗിൽ ബ്രോഷറും കലണ്ടറും പ്രകാശനം ചെയ്തു. മലയാറാട്ട് അതിന്റെ ഒരു നല്ല ഘട്ടമെന്നോണം ചില ചടങ്ങുകൾ 10-ാം ഉദയത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ കഴിഞ്ഞു. മലയറാട്ട് നടക്കുമ്പോൾ അതിൻ്റെ പ്രാരംഭം കുറിച്ചുകൊണ്ടുള്ള ഒരു കലണ്ടറിൻ്റെ പ്രകാശന കർമ്മം നിർവഹിക്കാൻ സാധിച്ചു എന്നുള്ളത് ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു അനുഭവമായിട്ട് ഞാൻ കണക്കാക്കിയാണ്. ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനം എന്നും നിങ്ങൾ കൂടുതൽ ഉണ്ടാവണം. ഈ കാര്യങ്ങൾ ഈ മലയറാട്ട് വളരെ ഭംഗിയായി നടത്താൻ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സും ശരീരം എല്ലാ പ്രാർത്ഥനകളും ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞു.
സുഹൃത്തുക്കളും ബന്ധുക്കളും സഹപ്രവർത്തകരുമായിരിക്കുന്ന ആൾക്കാർ സാന്നിധ്യം അറിയിച്ചുകൊണ്ടുള്ള ഈ സദസ്സിനെ എൻ്റെ സാദര നമസ്കാരം. അപൂർവങ്ങളായ തെയ്യങ്ങളാണ് മലയറാട്ടിൽ കെട്ടിയാടാറുള്ളത്. ദൈവങ്ങൾ മണ്ണിലേക്ക് ഇറങ്ങാനുള്ള കാത്തിരിപ്പാണിനി. തളിപ്പറമ്പിൽ നിന്നും നേഹ നായർ, കേരള ഓൺലൈൻ ന്യൂസ്.